ഇതിന് നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് എന്നിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുനാഫ ഡോവും അതുപോലെ ക്രീമോ ഒന്നും വേണ്ട, നല്ല ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുനാഫേൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലോട്ട് സ്ലൈസ്ഡ് ചീസില്ലേ, അതിൽ നിന്ന് ഒരു സ്ലൈസ് ചീസും, അത് നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസാണ് ഉള്ളതെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ തന്നെ മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ 3 സെറ്റ് ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൊസറല്ല ചീസാണ് ഉള്ളതെങ്കിൽ അത് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, അൺസാൾട്ടഡ് ആവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് സേമിയ എടുത്തൊക്കെ, വളരെ തിന്നായിട്ടുള്ള സേമിയ മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു സേമിയയിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും സേമിയ ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ചേർത്തിട്ടുണ്ടാവും. ഇനി ഇതിൽ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ബട്ടറൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ സേമിയൊക്കെ ആ ഒരു ബട്ടറിൽ ഫ്രൈ ആയിട്ട് ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ, അതിന് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ട് പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലനായിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിന് ഫുഡിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്